പ്രിയപ്പെട്ടവരെ, 10 പ്രമാണങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രത്യേകം എഴുതി മാറ്റിവെച്ചിരിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം 4-ാമത്തെ പ്രമാണം ദൈവം എഴുതി മോശയ്ക്ക് കൊടുത്തത് സഭയുടെ പരമോന്നത അധികാരിയായിട്ടുള്ള നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടല്ല, പകരം നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പ്രമാണം എഴുതി വച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: 1, 2, 3 പ്രമാണങ്ങൾ കഴിഞ്ഞിട്ട് 5-ാമത്തേലേക്ക് എടുത്ത് ചാടരുത്. അതിനു മുമ്പ് 3 പ്രമാണം കഴിഞ്ഞ് 4-ാമത്തെ പ്രമാണത്തിലൂടെ യാത്ര ചെയ്യേ, എന്നിട്ട് വാ. അപ്പോൾ ബാക്കിയുള്ള പ്രമാണങ്ങളെല്ലാം നമുക്ക് അനുസരിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരുവാനും ഒരു കാരണമായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെയൊക്കെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിച്ചാൽ നമുക്ക് അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ തന്നെ കിട്ടും. ഇന്നൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇന്ന് അനാഥ മന്ദിരങ്ങളിലാണ്. അത് കാരണം കുടുംബത്തിൽ കിടക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഇന്ന് അനാഥ മന്ദിരങ്ങളിൽ പോയി കിടക്കുക. ഈശോയുടെ ജീവിതത്തിലേക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കുക, നമുക്ക് ചില പാഠങ്ങൾ പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഈശോ തൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് നിന്നു, തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 51-ാം തിരുവചനം നാം കാണുന്നുണ്ട്. ആ 2-ാം അധ്യായം നമ്മളിന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഈശോയുടെ മാതാപിതാക്കളുടെ വേദന. അവർ കർത്താവിനെ തിരിഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ ചെല്ലുന്നു. അവിടെ ഈശോ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈശോയ്ക്ക് തൻ്റെ മാതാപിതാക്കളുടെ വേദന എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഈശോ ദൈവമായിരുന്നു എന്ന് തൻ്റെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ എങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ മുഖത്ത് കണ്ട ആ വേദന ഈശോയെ കൊണ്ട് ഒരു നല്ല തീരുമാനമെടുപ്പിച്ചു. അതാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ നാം കാണുന്നത്. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. അതിനുശേഷം ഈശോയ്ക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണെന്ന് 52-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ദൈവജ്ഞാനത്തിൽ വളർന്നു വരുന്ന ഒരു പൈതൽ, അവൻ ദൈവത്തിരുസന്നിധിയിൽ ദൈവത്തിന് പ്രീതികരമായിരിക്കും, മനുഷ്യരുടെ മുന്നിൽ പ്രീതികരമായിരിക്കും. ഇന്ന് ദൈവത്തിൻ്റെ മുന്നിലും മനുഷ്യൻ്റെ മുന്നിലും പ്രീതികരമല്ലാത്ത ഒരു നല്ല പേരില്ലാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ആദ്യത്തെ 4 പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താത്തത് കൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വൃദ്ധ മന്ദിരങ്ങളിൽ ജീവിക്കുന്ന മാതാപിതാക്കളെ, അവരുടെ ജീവിതകാലം മുഴുവൻ ചോരയും നീരും ഊറ്റി മക്കളെ വളർത്തിയെടുത്ത അവരുടെ ആ ജീവിതത്തിൽ നിന്ന് അവർക്ക് ഇതുപോലൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും അവരുടെ മക്കൾക്ക് അവരാഗ്രഹിച്ചാൽ പോലും അനുഗ്രഹമായിട്ട് മാറില്ല. ഒരിക്കൽ ഞാൻ ഒരു വൃദ്ധമന്ദിരം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മച്ചിയെ കണ്ടു. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഈ അമ്മച്ചി ഈ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ ഈ അമ്മച്ചിയെക്കുറിച്ച് ഞാനിങ്ങനെ അവിടെയുള്ള അധികാരികളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ അമ്മച്ചിയുടെ മക്കൾ അവരെല്ലാം വിദേശത്താണ്. അവർ ഈ അമ്മച്ചിയെ ഇവിടെ കൊണ്ടിട്ടു. അവർക്ക് ചില അസൗകര്യങ്ങളുടെ മേഖല വന്നപ്പോൾ അമ്മച്ചിയെ ഇവിടെ വൃദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോയിട്ടു. പ്രിയപ്പെട്ടവരെ, അമ്മച്ചി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മാനസിക നില അങ്ങോട്ട് തെറ്റിപ്പോയി, മാനസികമായിട്ട് തളർന്നുപോയി, മാനസിക രോഗിയായി എന്ന് തന്നെ ഒരു പക്ഷേ പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് ആ അമ്മച്ചി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചില സമയങ്ങളിലൊക്കെ ഈ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, തൻ്റെ മക്കൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ വേദന ഈ മക്കൾക്ക് ഒരിക്കലും ഒരു അനുഗ്രഹമായിട്ട് മാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മയുടെ വേദന ഈ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കൂലേ? അത് ദൈവം കാണൂലേ? തീർച്ചയായിട്ടും. ഈശോയുടെ ജീവിതത്തിൽ ഈശോ ഇതെങ്ങനെ അനുഗ്രഹമാക്കി മാറ്റിയെന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വളരെ വ്യക്തമായിട്ട് കാണുന്നു. കാനായിലെ വിവാഹ വിരുന്നില് ഈശോ പറയുന്നുണ്ട്, തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, പക്ഷേ
എന്നിട്ട് പോലും ഈശോ തൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഈശോയുടെ ജീവിതത്തിലെ ആദ്യത്തെ അടയാളം, ആദ്യത്തെ അത്ഭുതം അവിടെ സംഭവിച്ചു. ആ അമ്മയുടെ വാക്കിന് ഒരു ബഹുമാനം കൊടുത്തു. ആ അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി ഈശോ അനുസരിച്ചു. ഇന്ന് ചില മക്കള് ഇവിടെ മക്കയുടെ ധ്യാനത്തിൽ വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, അച്ചോ, കുടുംബത്തിൽ ഒരു സമാധാനമില്ല, എന്ത് ചെയ്താലും അനുഗ്രഹം പ്രാപിക്കുന്നില്ല, എന്ത് ചെയ്താലും ഒരു ഉയർച്ച വരുന്നില്ല, ഒത്തിരി സമ്പാദിച്ചിട്ടും ഒരു നീക്കിയിരിപ്പായിട്ടൊന്നുമില്ല, അവർ വസിക്കുന്ന ദേശത്ത് ഒരു അനുഗ്രഹം കിട്ടുന്നില്ല, അവര് താമസിക്കുന്ന ആ കുടുംബ ചുറ്റുപാടിൽ ഒരു ദൈവാനുഗ്രഹമുള്ള സ്ഥലമായിട്ട് അവർക്ക് തോന്നുന്നില്ല. ഇവിടെ ദൈവം കൊടുത്ത 10 പ്രമാണങ്ങളിൽ 4ാമത്തെ പ്രമാണം ചെറിയൊരു വ്യാഖ്യാനവുമായിട്ട് ദൈവം ഇവിടെ പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് മാത്രമല്ല, അവിടെ വളരെ വ്യക്തമായിട്ട് ചെറിയൊരു വ്യാഖ്യാനത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തോട് കർത്താവ് പറയുകയാണ്. അതായത് നീ വസിക്കുന്ന ദേശത്ത് നിനക്ക് ദീർഘകാലം അനുഗ്രഹമായിട്ട് നിനക്ക് ജീവിക്കേണ്ടതിന് ഒരൊറ്റ മാർഗം, ഒരു എളുപ്പ വഴി കർത്താവ് പറഞ്ഞു തരിക. നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും ബഹുമാനിക്കുക. നിന്നെ ഓർത്ത് അവർ കണ്ണുനീരൊഴുക്കാനായിട്ട് പാടില്ല. ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ ധ്യാനിപ്പിക്കുന്ന സമയങ്ങളിൽ അനേകം മാതാപിതാക്കള് വൈദികരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയം അവരുടെ മക്കളെ വളർത്തിയ അവസ്ഥ അവരാദ്യം ഒന്ന് പങ്കുവയ്ക്കും. എങ്ങനെ വളർത്തി, അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ചോര നീരാക്കിയും വളർത്തി ഒരു പ്രായത്തിൽ, ഒരു യുവത്വത്തിലേക്ക് അവരങ്ങൾ കൊണ്ടെത്തിക്കും. പിന്നീട് ഈ മക്കൾ കൊടുക്കുന്ന വേദന എന്ന് പറയുന്നത് അവർക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നില്ല. ചില മക്കള് പള്ളിയിൽ പോകില്ല, വിശ്വാസമില്ല, ദൈവികപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഒന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കുകയില്ല. എന്തിനേറെ പറയണ്ടോ, ഒരു ധ്യാനം കൂടാനായിട്ട് പറഞ്ഞാൽ പോലും വകവയ്ക്കുകയില്ല. ചെറുപ്രായം മുതലേ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള യുവാക്കളുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, യുവാക്കളെ കുറിച്ച് മാത്രമല്ല ഇന്ന് ഞാൻ പറയുന്നത്, കണ്ടതിൻ്റെ വെളിച്ചത്തിലും കേട്ടതിൻ്റെ വെളിച്ചത്തിലും ഒക്കെ പറയുക. ഇന്ന് യുവാക്കൾ മാത്രമല്ല, യുവതികളും തുടങ്ങി പരിപാടികളൊക്കെ. അങ്ങനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കൾ, തെറ്റായിട്ടുള്ള പ്രേമബന്ധങ്ങൾ, അതിലൂടെ വരുന്ന പാവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകൾ, പിന്നീട് കല്യാണത്തിലേക്ക് അങ്ങോട്ട് വന്നെത്തുമ്പോൾ പിന്നെ പെണ്ണിന് ചെറുക്കനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ചെറുക്കന് പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഈ മക്കളുടെ വേദന കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഈ കല്യാണം അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കും. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കേണ്ടത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള വേദനയോടെയുള്ള അനുഗ്രഹമല്ല മാതാപിതാക്കൾ കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ കരങ്ങൾ ഉയരുമ്പോൾ മാത്രമല്ല, അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ മനസ്സാണ്, അവരുടെ ഹൃദയമാണ്. നീ നിന്റെ ഒരു ജീവിത മേഖല തിരഞ്ഞെടുക്കുമ്പോൾ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ 2 കാര്യം ആദ്യം ചെയ്തിരിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ഉണ്ടായിരിക്കണം. അതായത് അതുണ്ടായിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നല്ല കാലഘട്ടത്തിൽ യുവാക്കളൊക്കെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അല്ലാതെ പ്രേമിച്ച് പ്രേമബന്ധത്തിലൂടെ പാപം ചെയ്തിട്ട് ആ അശുദ്ധിയോടുകൂടെ അൾത്താരയുടെ മുന്നിൽ ബൈബിളിൽ കൈവയ്ക്കാനായിട്ട് വരരുത്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഈ 2 കാര്യം ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു യുവതിക്കും ഒരു യുവാവിനും വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കുറച്ച് മുമ്പ് വായിച്ചു കേട്ടതുപോലെ, നീ പാർക്കുന്ന നിന്റെ രാജ്യത്ത്, നിന്റെ ദേശത്ത് ദീർഘകാലം നിനക്ക് വസിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നല്ല പ്രായത്തിൽ എന്തും ചെയ്യാന്ന് വെച്ച് കള്ളു കുടിച്ചും വീടി വലിച്ചും പ്രേമിച്ചും പാപം ചെയ്തൊക്കെ ജീവിച്ചു. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കൾ 2ആയി, മക്കൾ 3ആയി, മക്കൾ 5ആയി. പിന്നീട് പ്രശ്നങ്ങളാ, പിന്നീട് പ്രതിസന്ധികളാ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നീ എവിടെ പോയി പാർത്താലും ആ പാർക്കുന്ന ദേശത്തിനല്ല കുഴപ്പം, ആ
പാർക്കുന്ന ദേശത്ത് നീ വിചാരിക്കും ഒരു പക്ഷേ പൂർവികരുടെ എന്തോ പാവം മണ്ണി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൂർവികരുടെ ഏതോ ശാപം മണ്ണി കിടക്കുന്നുണ്ട്, അല്ലെ തറയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, കട്ടലേൻ്റെ അടി കിടക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത് എന്നും പറഞ്ഞ് നാടായ നാടുകളിലും എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിന്റെ പുറകോട്ടൊന്ന് ആലോചിച്ചു നോക്കുക. എപ്രകാരമാണ് നിന്റെ മാതാപിതാക്കളോട് നീ പെരുമാറിയതെന്ന്. അങ്ങനെ ഓർത്ത് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ആ നിമിഷം നീ അനുഗ്രഹിക്കപ്പെടും. എനിക്കറിയാം ചില മാതാപിതാക്കളെ, ചില മക്കളെ എങ്ങനെയാണ് നോക്കുന്നതെന്നും ആ മക്കളുടെ ജീവിത അവസ്ഥ എപ്രകാരമാണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാം. നല്ല നിലയിലാണ് ആ മക്കള്, സമ്പത്ത് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഒട്ടും ഒരു പടി പോലും അവര് താഴെയല്ല, അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാ. അത് കാരണം ഇനി വൃദ്ധമന്ദിരങ്ങളിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ കർത്താവ് അനുഗ്രഹിക്കും. ഇനി അവർ മരിച്ചു പോയിട്ടുണ്ടോ, പോയി പ്രാർത്ഥിക്ക്, പോയി മെഴുകുതിരി കത്തിക്ക്, പോയി കുർബാന ചൊല്ലിക്ക്, അനുഗ്രഹമായിട്ട് മാറും. മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് വരും തലമുറയ്ക്ക് കിട്ടേണ്ട ശക്തി, കൊടുക്കേണ്ട ശക്തി. ഇത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 25, 26 തിരുവചനം നമ്മളൊന്ന് വായിക്കണം. യാക്കോബ് തൻ്റെ മകനായ ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹം ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ആ അനുഗ്രഹം കൊടുക്കുന്നത്. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ ദൈവം ജോസഫാകുന്ന മകന് അനുഗ്രഹമായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിക്കുക. അതിനുശേഷം 26 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വത ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ നീ കരുതുന്ന എല്ലാറ്റിനേക്കാളും വലുതാണ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. എന്നിട്ട് അതിനുശേഷം ഇപ്രകാരം പറയുന്നു, അവ ജോസഫിന്റെ ശിരസിൽ തൻ്റെ സഹോദരനിൽ നിന്ന് വേർപെട്ടിരുന്നവന്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. അത്ര ശക്തമാണ് അനുഗ്രഹങ്ങൾ. നമുക്ക് പിറകോട്ട് യാത്ര ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ ഒരു പരിധിവരെ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഗതി പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പുരോഗതി ഇല്ലാത്തത്? നമ്മുടെ കുടുംബത്തിൽ കർത്താവ് നൽകിയ ഒരു വലിയ അനുഗ്രഹമുണ്ട്. അതിനെ ആദ്യം മാനിച്ചാൽ ബാക്കിയെല്ലാം അനുഗ്രഹമായിട്ട് മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.